വളരെ സന്തോഷം. ശ്രീകുമാർ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഏർലി ബേർഡ് മെമ്പറെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ സംസാരിക്കുന്നത്. നമ്മളെ മീറ്റിങ്ങിൽ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മളെ ലീഡേഴ്സ്, നമ്മളെ ഗ്രൂപ്പിലെ ലീഡേഴ്സ് ടൈം ടെസ്റ്റഡ് ആണ്. അതായത് അവർ പ്രവർത്തിക്കുകയും അതിൻ്റെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് നമ്മുടെ ഗ്രൂപ്പിനകത്ത് സംസാരിക്കുന്നത്. അതായത് നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലും അവരുടെ ബിസിനസ്സിലും പകർത്തിയിട്ടാണ് നമ്മളെടുത്ത് നിങ്ങളും അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. താങ്ക് യു ശ്രീകുമാർ സാർ. സാറിനെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിന് പുറത്തു നിന്ന് ഒരു ബിസിനസ് 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഒരു വോളിയത്തിൽ അദ്ദേഹം ബിസിനസ് എടുത്തിരിക്കുന്ന ഒരു ദിവസമാണ്. വളരെ വളരെ സന്തോഷം സാർ. അതുപോലെ നമ്മുടെ ഇന്ന് നമ്മൾ മെറ്റാ ആർമിയുടെ ഉദ്ദേശങ്ങളെ കുറിച്ച് സംസാരിച്ച നമ്മുടെ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, നമ്മുടെ സിസ്റ്റത്തിൽ കഴിഞ്ഞ 4 വർഷമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ മെറ്റാക്രാറ്റ് അനിൽകുമാർ ദാസ് സാർ, അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം. നമ്മളെ സംബന്ധിച്ച് മെറ്റാ ആർമിയുടെ ലീഡേഴ്സിന് വലിയ രീതിയിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുത്തിട്ടോ ട്രെയിനിങ് എടുത്തിട്ടുള്ളോ പ്രസംഗിച്ചിട്ടുള്ളോ പരിചയമുള്ള ആളുകളല്ല. തികച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിതത്തിന്റെ പല അവസരങ്ങളിലും പല ഘട്ടങ്ങളിലും പല പ്രതിസന്ധികളിലും കടന്നു വന്ന് ഇന്ന് മെറ്റാ ആർമിയുടെ തലപ്പത്തിരിക്കുന്ന അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലുള്ള മറ്റ് മാർക്കറ്റിംഗ് രീതിയിലുള്ള ബിസിനസ് മാർക്കറ്റിംഗ് രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും നമ്മളിവിടെ കാഴ്ചവെക്കുന്നില്ല. നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, നമ്മളെ ആളുകൾ നമ്മളുടെ സ്വന്തം അനുഭവങ്ങൾ അവർക്കറിയുന്ന ഭാഷയിൽ അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരെ പകർന്നു കൊടുത്തുകൊണ്ട് അവരെ ബോധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് രീതിയാണ് നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മീറ്റിങ്ങുകളിൽ ഘോരമായിട്ടുള്ള വാചക കസർത്തുകളോ അതുപോലുള്ള ആർഭാടപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങളോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. തികച്ചും വളരെ സാധാരണമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് മെറ്റാ ആർമി. പദ്ധതികളുടെ ഭാഗമാണ് മെറ്റാക്രാറ്റ്. അത് മനസ്സിലാക്കണം. ഒരുപാട് രാജ്യങ്ങൾ, 20 രാജ്യങ്ങൾ ഓൾറെഡി നമുക്ക് കസ്റ്റമറെ കിട്ടിയിരിക്കുന്നു, ഇൻവെസ്റ്റർമാരെ കിട്ടിയിരിക്കുന്നു. അവിടെ പല ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ മെറ്റാ ആർമി പദ്ധതിയിടുന്നു. അവിടുത്തെ ഗസ്റ്റായിട്ട് പോകുന്ന അവിടെയുള്ള പ്രോഗ്രാമിലെ പ്രധാന ആളുകളാക്കി മാറ്റുന്ന ആളുകളായിരിക്കും മെറ്റാക്രാറ്റുമായിട്ട് ബന്ധപ്പെട്ട് നാളെ മുമ്പിൽ വരാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, മെറ്റാ ആർമിയുടെ യഥാർത്ഥ ലക്ഷ്യം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും അവസാനമായി ഏകദേശം 7 പ്രാവശ്യത്തെ ഡിസ്കഷന് ശേഷമാണ് മെറ്റാക്രാറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അവർ ചർച്ച ചെയ്ത് നമ്മളെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 7 തവണയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട സിറ്റിംഗ് നടത്തിയിരിക്കുന്നത്. നമ്മൾ മെറ്റാക്രാറ്റ് ആവുന്ന ആളെ സംബന്ധിച്ചുള്ള ബെനിഫിറ്റ് എന്താണ്? അതിനു മുമ്പ് ഒരു കാര്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മെറ്റാ ആർമിയിലൂടെ നമ്മൾ ഹൈലി സക്സസ്ഫുൾ ആയി. നമ്മൾക്ക് ദിവസവും ലക്ഷങ്ങൾ വരുമാനം അല്ലെങ്കിൽ മാസങ്ങൾ ലക്ഷങ്ങൾ വരുമാനം വന്നു എന്ന് തന്നെ കണക്കാക്കുക. നമ്മൾ വിജയിച്ച ആളുകളാണെന്ന് നമ്മളെ ഗ്രൂപ്പിനകത്ത് അറിയാം. പക്ഷേ നമ്മളെ ബന്ധുക്കളോ നമ്മളെ സുഹൃത്തുക്കളോ നമ്മളെ നാട്ടുകാരോ നമ്മൾ അംഗീകരിക്കണമെന്നുണ്ടോ? നമ്മൾ വിജയിച്ചു എന്നവർ പ്രഖ്യാപിക്കണമെന്നുണ്ടോ? അവിടെയാണ് മെറ്റാക്രാറ്റ് എന്ന് പറയുന്ന ഈ ഒരു പദവിയുടെ പ്രത്യേകത. വളരെ ലോങ് ടേം വിഷനായിട്ട് പോകുന്ന ഒരു പ്രൊജക്റ്റാണ് PVC മെറ്റാ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നിരവധി ആളുകൾ ഈ പദവിയിലേക്ക് ഈ ഒരു പൊസിഷനിലേക്ക് ഉയരും. അതായത് സാമ്പത്തികമായി വളരെ നല്ല നിലയിലേക്ക് എത്തിയിരിക്കും. അപ്പോൾ ആളുകൾ ഒരു കാര്യം ചർച്ച ചെയ്യും, അദ്ദേഹം ഒരു പണക്കാരനാണ്, പക്ഷെ ആ പണം എങ്ങനെ വന്നു, യഥാർത്ഥ ബിസിനസ്സുകാരനാണോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല വർത്തമാനങ്ങളും നമ്മളെ ചുറ്റും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ വിജയിച്ചു എന്ന് നമ്മളെ നാട്ടുകാരെ, നമ്മളെ ബന്ധുക്കളെ, നമ്മളെ സുഹൃത്തുക്കളെ
നമ്മളെ ഗ്രാമത്തിലെ ആളുകളെ, നമ്മളെ സിറ്റിയിലെ ആളുകളെ നമ്മളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് മെറ്റാക്രാറ്റ് എന്ന പദവി. ഒരു നിസ്സാര പദവിയല്ല. നമുക്ക് ഒരു 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 ഉദാഹരണം, ഒരു രോഗമുണ്ട്, നമുക്കൊരു അസുഖമുണ്ട് എന്ന് നമ്മൾ ആര് പറഞ്ഞാലാണ് വിശ്വസിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടർ പറഞ്ഞാലാണ് വിശ്വസിക്കുന്നത്. നമുക്കെല്ലാം അറിയാം. നമ്മളൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു തീർപ്പ് കൽപ്പിക്കലായെ കുറിച്ച് അഭിപ്രായം പറയേണ്ടതോ അത് ഇങ്ങനെയാണെന്ന് പറയേണ്ടത് ഒരു അഡ്വക്കറ്റ് ആയിരിക്കും. ഒരു കൺസെഷൻ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള മേഖലയിൽ നമ്മൾ സിവിൽ എഞ്ചിനീയർ നമ്മൾ സമീപിക്കുന്ന പോലെ ഒരു ബിസിനസ്സുകാരൻ വിജയിച്ചു അല്ലെങ്കിൽ ഇദ്ദേഹം സക്സസ് ആയി എന്ന് പറയാനുള്ള അതോറിറ്റി ആരാണ്? അതാണ് നമുക്ക് അതിനുള്ള ഒരു ഉത്തരമാണ് മെറ്റാക്രാറ്റ്. കാരണം ലോകത്ത് ഡിജിറ്റലുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രോഗ്രാമുകൾ, മീഡിയ പ്രോഗ്രാമുകൾ ലോകത്ത് നടക്കാൻ വന്നു. നമ്മൾ ഇന്ത്യയിലും ഡിജിറ്റലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി മീഡിയ പ്രോഗ്രാമുകൾ വരാൻ പോകുന്നു. അതായത് ഒരു മേഖല ഒരാൾ വിജയിച്ചു എന്ന് പറയാൻ, ബിസിനസ്സിൽ വിജയിച്ചു എന്ന് പറയാൻ അതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് മീഡിയ ആണ്. ലുലു മാളിന്റെ യൂസഫ് അലി സാറ് സക്സസ് ആയി എന്ന് നമ്മളെ എല്ലാവരും അറിയിച്ചത് മീഡിയ ആണ്. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തിയോ സുഹൃത്തോ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ല. അത് വിജയിച്ചു എന്ന് പറയുന്നത് മീഡിയ ആണ്. തീർച്ചയായിട്ടും മെറ്റാക്രാറ്റ് അലങ്കരിക്കുന്ന പദവിയിലിരിക്കുന്ന ആളുകളെ ഇതുപോലെ മീഡിയ കവറേജ് കിട്ടുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ മെറ്റാ ആർമി ടീം ഉദ്ദേശിക്കുന്നു. സക്സസ് ആകുന്ന കാര്യത്തിൽ ഡൗട്ടില്ല. സക്സസ് ആയി എന്ന് ജനങ്ങളെ അറിയിക്കാൻ ഉള്ള ഒരു പദ്ധതിയും കൂടിയാണ് മെറ്റാക്രാറ്റ് എന്ന് പറയുന്ന പദവി. നമുക്കറിയാം, അടുത്ത് തന്നെ വലിയ വലിയ ടെക്നോളജിയായി ബന്ധപ്പെട്ട് നിരവധി പ്രോഗ്രാമുകൾ നടക്കാൻ പോകുന്നു. IT മിഷൻ, ഡിജിറ്റൽ മിഷൻ പോലെയുള്ള ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ മുൻനിര കമ്പനികൾ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഗസ്റ്റായിട്ട് മെറ്റാക്രാറ്റ് പദവിയിലിരിക്കുന്ന ആളുകളെ എത്തിക്കുക എന്ന് പറയുന്ന വലിയൊരു ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. കാരണം മീഡിയാസ് ആ കവറേജിലൂടെ മെറ്റാക്രാറ്റിലെ ആളുകൾ ഹൈലി സക്സസ്ഫുൾ ആയി ശരിയായ രീതിയിൽ പണമുണ്ടാക്കി, ടെക്നോളജി ഉപയോഗപ്പെടുത്തി പണമുണ്ടാക്കി വിജയിച്ച ആളുകളാണ് മീഡിയ പറയുന്ന തരത്തിലേക്ക്. അതിൻ്റെ ഇടയിൽ നിരവധി കാര്യങ്ങളുണ്ട്. ആ തരത്തിലേക്ക് ഒരാൾ 100% സക്സസ്ഫുൾ ആക്കുക എന്നൊരു ലക്ഷ്യമാണ് മെറ്റാ ആർമിനെ സംബന്ധിച്ചും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു ടീം വർക്ക് ആവശ്യമുണ്ട്. ഒരു പ്രവർത്തനം മാത്രം കാഴ്ചവെക്കേണ്ടത് ആവശ്യമുണ്ട്. സ്ട്രോങ് ആയിട്ട് നമ്മളെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ലീഡർഷിപ്പിലേക്ക് ആളുകൾ കടന്നു വരേണ്ടത് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് വേണ്ട രീതിയിൽ വിജയിക്കാൻ അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും ടീം വർക്കാണ് മെറ്റാക്രാറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. നിരവധി അപ്ഡേഷനുകൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ PVC മെറ്റയുടെ അപ്ഡേഷൻ, അതുപോലെ നമ്മളെ ട്രസ്റ്റ് വാലറ്റിന്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. PVC മെറ്റ നമ്മൾ meta.com എന്ന് അടിക്കുന്ന സമയത്ത്, അല്ലെ ടോക്കൺ ഫാമിംഗ് എന്ന് അടിക്കുന്ന സമയത്ത് 8ഓളം സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട് സുഹൃത്തുക്കളെ. 8ഓളം സെക്യൂരിറ്റി മെഷേഴ്സ് കടന്നിട്ടാണ് നമുക്ക് നമ്മളുടെ റിവാർഡ് ആ പേജിലേക്ക് പോകാൻ പറ്റും. അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. നമ്മളെ മാത്രമല്ല, ബിനാൻസിൽ ഇപ്പോൾ അതേപോലെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കഴിയുമ്പോൾ വേറെ ലെവലിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രി വളരുന്നുണ്ടാവും. അടുത്തായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ബിനാൻസിന്റെ റീലോഗിൻ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ മറ്റൊരു മൊബൈലിൽ നിങ്ങൾ റീലോഗിൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മൊബൈൽ വെരിഫിക്കേഷൻ ആവശ്യമുണ്ട്. നേരത്തെ ഉണ്ടായി വളരെ 1-2 സ്റ്റെപ്പിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മൊബൈലിലേക്ക് നിങ്ങൾ റീലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ആണോ, ഈ നമ്പർ കറക്റ്റ് ആണോ എന്ന് അവർ വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇമെയിൽ ID വെരിഫിക്കേഷൻ നടത്തണം. അതുപോലെ പാസ് കീ സെറ്റ് ചെയ്തിട്ട് അത് കറക്റ്റ് ആണോ എന്ന് അവർ ചെക്ക് ചെയ്ത് നോക്കും. അതുപോലെ ഗൂഗിൾ ഒതന്റിക്കേറ്റർ അത് കറക്റ്റ് ആണോ എന്ന് അവർ ചെക്ക് ചെയ്യും. OTP വരും. അതുപോലെ ഫേസ് വെരിഫിക്കേഷൻ, ഇങ്ങനെയുള്ള 5-8 സെറ്റിംഗ് ആണ് ബിനാൻസിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു കാര്യം പറയാം, ബിനാൻസിന്റെ 10 മടങ്ങ് സെറ്റിംഗ് ആണ്
നമ്മളെ സിസ്റ്റത്തിൽ PVC മെറ്റൽ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാരണം ഇവിടെ ട്രേഡിംഗ് മാത്രമാണെങ്കിൽ, ഫിനാൻഷ്യൽ ട്രേഡിംഗ് മാത്രമാണെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ റെഫറൽ പ്രോഗ്രാം വരുന്നതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമിൽ കണക്ട് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി വളരെ ശക്തമാക്കാൻ പോവുകയാണ് സിസ്റ്റം. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടെങ്കിലും വരുന്ന മാസങ്ങളിൽ നമ്മളെ PVC മെറ്റലിന്റെ പുതിയ മുഖം 2025 നമ്മൾ കാണുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മെറ്റാ ആർമിയുടെ മുഖവും 2025 നമ്മളും കാണിക്കേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് മെറ്റാക്രാറ്റ് എന്ന് പറയുന്ന ഈ പദവി. സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മൾ തമാശയായി കേട്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും തമാശയായി കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് സംഭവിക്കാതിരിക്കട്ടെ. അത് അടുത്ത കാലത്തായി ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കോമഡിയിൽ വന്ന ഒരു കാര്യം, അതായത് ഒരു ഗ്രൂപ്പായിട്ട് ഒരു 19 പേര് ഒരു ബസ്സിൽ തീർത്ഥയാത്ര പോയി. അവിടെ ഒരു വലിയ ക്ഷേത്ര ഓരോ സ്ഥലത്ത് കൂട്ടത്തിനിടയിൽ എല്ലാവരും കൂടെ പോയ സമയത്ത് പരസ്പരം ആളുകളെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് മൈക്ക് അനൗൺസ്മെന്റ് പോയിന്റിലേക്ക് ഒരാൾ പോയത്. മൈക്ക് അനൗൺസ്മെന്റിൽ പോയിട്ട് അദ്ദേഹം മൈക്കിന്റെ കൗണ്ടറിൽ പോയി പറയുന്നു, എനിക്ക് ഒന്ന് മൈക്ക് വേണം, എൻ്റെ ഒന്നിച്ച് വന്ന ആളുകളെ കാണുന്നില്ല, എനിക്കൊന്ന് അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ മൈക്ക് കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹം അനൗൺസ് ചെയ്ത കാര്യം എന്തറിയോ? 45 ആളുകളായിട്ട് വന്ന എന്ന സ്ഥലത്തു നിന്ന് വന്ന ബസ്സിൽ വന്ന ആളുകളിൽ 44 പേരെയും കൂട്ടം തെറ്റി കാണുന്നില്ല. 44 പേരെയും കൂട്ടത്തിൽ തെറ്റി കാണാതായിട്ടുണ്ട്. ഉടനെ ഞാൻ ഈ നിൽക്കുന്ന മൈക്ക് പോയിന്റിൽ എത്തിച്ചേർന്നെന്ന് അയാൾ അനൗൺസ് ചെയ്തു. തമാശയായിട്ട് പറയുന്നത്. അതുപോലെ സംഭവിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. കാരണം ടീമിന്റെ ഭാഗമല്ലാതെ നമ്മൾ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് പറ്റിയ പോലെ അദ്ദേഹത്തിന് അറിയാനുണ്ടാവില്ല, ഞാൻ ടീമാണ് എൻ്റെ നിന്ന് മാറി നിൽക്കുന്നത്, ഞാനല്ല ടീമിൽ നിന്ന് മാറുന്നൊരു തോന്നൽ ചിലപ്പോൾ സംഭവിക്കാം. 2025 അതെല്ലാവർക്കും സംഭവിക്കാതിരിക്കാൻ ടീമുമായിട്ട് വളരെ അലൈൻഡായിട്ട് നിൽക്കുക. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ കോൺഫിഡൻഷ്യൽ വെക്കാനാണ് മെറ്റാ ആർമിയുടെ ടീം നമ്മളോട് ആവശ്യപ്പെട്ടത്. കാരണം ഒരു പൊതുസ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് ഒരു കാര്യത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കർശന നിർദ്ദേശം കൊണ്ട് തന്നെ മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടീം വഴി നമ്മൾ അറിയിക്കുന്നത്. നമ്മൾ വാട്സപ്പിലോ അങ്ങനെ എത്തിക്കില്ല. കമ്മിറ്റഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ലീഡേഴ്സിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നുണ്ടാവും. സമീപ ഭാവിയിൽ മെറ്റാ ആർമിയുടെ ഈ ഗ്രൂപ്പ് പ്രൈവറ്റ് ആക്കുന്നുണ്ടാവും. ഞാൻ കഴിഞ്ഞ 2-3 മാസം മുമ്പ് പറഞ്ഞാണ്, പിന്നീടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മെറ്റാ ആർമിയുടെ ടീമായിരിക്കും നിയന്ത്രിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ട് പോകുന്ന ഒരു പ്രോഗ്രാമല്ല, സിസ്റ്റത്തിൽ അധിഷ്ഠിതമായി പോകുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇതിലേക്ക് കടന്നു വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയുന്നു, പേർവിൻ ഇന്റർനാഷണൽ PVC മെറ്റ നമുക്ക് തന്ന വാഗ്ദാനാണ് എവരിഡേ മില്യൺസ് ആൻഡ് ബില്യൺസ്. ഒരിക്കലും ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ നമ്മൾ വേറൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ചിരിക്കും. എവരിഡേ മില്യൺസ് ആൻഡ് ബില്യൺസ് പറയുമ്പോൾ അവർ നമ്മളെ ചിലപ്പോൾ പരിഹസിക്കും, അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്യും. അങ്ങനെ ഒരു സംഭവം ഇല്ല, ലോകത്ത് നടന്നിട്ടില്ല എന്ന് ചിലപ്പോൾ നമ്മൾ അവർ പറഞ്ഞേക്കാം. ആ സമയത്ത് നമ്മൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. കാരണം 9 വർഷം കഴിഞ്ഞ് 10 വർഷം സക്സസ്ഫുൾ ആളുകളെ, കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്ത് ഒരു ദിവസം 3000 മുതൽ 4000 മുതൽ 5000 USDT ഇപ്പൊ ലൈവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഒരു ടീം, ഒരു ഗ്രൂപ്പ് ഒരിക്കലും ഒരു വിഡ്ഢിത്തം പറയുന്ന രീതിയിൽ എവരുടെ മില്യൺസ് ബില്യൺസ് പറയില്ല എന്നൊരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, ഓർമ്മിക്കണം. നമ്മളെല്ലാം എത്താൻ പോകുന്നത് എല്ലാ ദിവസവും ലക്ഷങ്ങൾ വരുമാനം വരുന്ന ഒരു രീതിയിലേക്കാണ്. നിരവധി ആളുകൾ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. എല്ലാ ദിവസവും നമ്മൾ എത്തുന്ന ഒരു കാലമാണ് നമുക്കിനി വരാൻ പോകുന്ന കാലം. നമുക്കറിയാം 2025 ജനുവരി 1 മാസം കംപ്ലീറ്റ് ചെയ്ത് ഫെബ്രുവരി 1 നമുക്ക് 1 മാസം പോയത് നമ്മൾ പോലും അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ 11 മാസമാണ് 2025 ബാക്കിയുള്ളത്. ഈ ഗൗരവത്തിലൂടെ നമ്മൾ ഇരുന്നാൽ 2025 100% സക്സസ്ഫുൾ ആയി എന്ന് നിങ്ങളെ കുറിച്ച് പറയുന്നത് ഒരു മീഡിയ ആയിരിക്കും. നിങ്ങളുടെ അയൽവാസികളോ നിങ്ങളുടെ ബന്ധുക്കളോ ഈവൻ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റോ ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഗ്രാമത്തിലെ, നിങ്ങളുടെ നാട്ടിലെ ഒരു സാമ്പത്തികമായും സക്സസ്ഫുൾ ആയ ഒരു വ്യക്തി എന്ന നിലയിൽ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനേക്കാൾ മുകളിലായിരിക്കാം.
മുകളിലായിരിക്കാം. അതിനുള്ള സാധ്യത PVC മറ്റും നമുക്ക് തുറന്നു തരുന്നുണ്ട്. കാരണം ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഞാൻ ചെറുതാക്കി പറയുകയോ അദ്ദേഹത്തിന്റെ പൊസിഷനൊക്കെയോ സേവനത്തിനോ ഞാൻ ചെറുതായി കാണുന്നില്ല. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനേക്കാളും സാമ്പത്തികവും കോൺട്രിബ്യൂഷനും ഈവൺ ഒരു ചാരിറ്റി ചെയ്യുന്ന കാര്യത്തിലും ഒരു വ്യക്തിക്ക് മാറാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു അവസരത്തിലാണ് നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ബോധ്യപ്പെടുത്തലിന്റെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ടീമിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. നിരവധി ആളുകൾ കഴിഞ്ഞ മാസം നമുക്കറിയാം $20 $25 കൂടുതൽ വരുമാനം വാങ്ങിച്ച ആളുകളാണ്. നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ വേർപിരിഞ്ഞ നമ്മളോടൊപ്പം ഇല്ലാത്ത നമ്മളെ ബ്ലോക്ക് ചെയിൻ എക്സ്പെർട്ട് ആയിട്ടുള്ള രവികുമാർ സാറിന്റെ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന്റെ ടീമില് നമുക്കറിയാം നമ്മളെ വിട്ടുപിരിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ടീമില് 22, 23, 25 USDT വർദ്ധിച്ച മാസമാണ് കഴിഞ്ഞ മാസം. അദ്ദേഹത്തിന്റെ 6-7 മാസത്തെ ആ തമിഴ് മീറ്റിങ്ങിന്റെ എഫക്റ്റ് അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം നമുക്ക് ബ്ലെസ്സിങ് ചൊരിയുന്നുണ്ട്. അദ്ദേഹം നമ്മളൊന്നും കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ ടീം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിരവധി ആളുകളുടെ ലൈഫിൽ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളും റിവാർഡുകളും വന്നുകൊണ്ടേയിരിക്കും. സുഹൃത്തുക്കളെ, ഇടയ്ക്ക് വരുന്ന നേരത്തെ പറഞ്ഞ പോലെ ടീമിന്റെ ഭാഗമായി പ്രവർത്തിക്കാതെ പല ആളുകൾക്കും പലപ്പോഴും ഇത്രയും USDT എനിക്ക് വാഷ് ഔട്ട് ആയി പോകുന്നുണ്ട് പോലും അറിയാം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ 10-20 പേർക്ക് അവരുടെ എല്ലാ ദിവസവും ഏകദേശം 200ഓളം PVC മറ്റും 12ലധികം USDT വാഷ് ഔട്ട് ആയി പോകുന്ന അവർ അറിയുന്നില്ല. നമ്മൾ അറിയിക്കേണ്ട ആൾക്കാരെ അറിയിക്കുന്നുണ്ട്. പക്ഷെ അവർ പല പരിപാടി കാര്യങ്ങളിലായിട്ട് അതിൽ മുഴുകിയിട്ട് ഇതിനകത്ത് ഗൗരവത്തിലെടുത്തിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ദിവസം $12 ഒരു ദിവസം കിട്ടുന്നു. 100ലധികം 200ഓളം PVC കിട്ടുന്നു. അത് പ്രധാനപ്പെട്ടതല്ലാന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിർഭാഗ്യമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും മെറ്റാ ആർമിയുടെ ശക്തന്മാരായ ലീഡേഴ്സ് എടുത്തിരിക്കുന്ന ഈ തീരുമാനം, നമ്മുടെ ടീമിന്റെ സപ്പോർട്ട്, നമ്മൾ PVC മെറ്റിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, തീർച്ചയായിട്ടും മെറ്റാക്രാറ്റ് എന്ന പദവി ശരിക്കും ഒരു വലിയൊരു പദവി, ഇന്റർനാഷണൽ പദവിയായിട്ട് മാറുന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനായിട്ട് എല്ലാവരും ശ്രമിക്കുക. പരമാവധി നമ്മുടെ ടീമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യാൻ നിങ്ങൾ ആക്റ്റീവ് അപ്ലൈനായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക. നിരവധി ആളുകൾ കടന്നു വരുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് എല്ലാവരും സംസാരിക്കാനോ ഫോൺ വിളിക്കാനോ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ചും ഓരോരാൾക്ക് താല്പര്യം പോലെ അവർ ഇൻട്രസ്റ്റ് എടുത്ത് ആക്റ്റീവായിട്ടുള്ള ആളുകൾ നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേഷനും മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും അതേപോലെ ഫിസിക്കൽ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ഈ വർഷം നിങ്ങളെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനുള്ള വർഷമാക്കി മാറ്റണം എന്ന്